2025 ഫുൾ ഗോസ്പൽ പെന്തക്കോസ്തൽ ചർച്ച് മാഞ്ചിറ സഭയുടെ VBS-നോടനുബന്ധിച്ച് അതിന്റെ സമാപന ദിവസത്തിൽ സ്വാഗതം പറയുന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ 2025 VBS ഏപ്രിൽ 8-ാം തീയതി തുടങ്ങിയത് സമാപിക്കുകയാണ്. ഇത്രയും ദിവസം കാലാവസ്ഥകൾ അനുകൂലമാക്കി നമ്മുടെ മക്കളെ എല്ലാം ദൈവം കൂട്ടിവരുത്തി. ആ ദൈവത്തിന് ഇന്നത്തെ സമാപന യോഗത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരിക്കട്ടെ. അതിനുവേണ്ടി ദൈവത്തെ ആദ്യമായി ഞാൻ സ്വാഗതം പറയുകയാണ്. രണ്ടാമതായി സ്വാഗതം പറയേണ്ടത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് നമ്മുടെ ദേവദാസിനെയാണ്. ഈ VBS-ന്റെ ഒരു മാസം മുന്നേ അതിലധികമായി ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ആ ദിവസം ഫിക്സ് ചെയ്യുകയും ഇതിനു വേണ്ടിയിട്ടെല്ലാം രാത്രി എന്നില്ല പകലെന്നില്ല എല്ലാ വീടുകളിലും കയറി നമ്മുടെ ഇത്രത്തോളം മക്കളെ കൂട്ടി വരുത്തുവാൻ ദേവദാസൻ വളരെയധികം പരിശ്രമിച്ചു. ദേവദാസിന് സഭയുടെ പേരിലും എൻ്റെ പേരിലും ഇതിലേക്ക് സ്വാഗതം പറയുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നത് നമ്മുടെ VBS ഡയറക്ടറാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളോടൊപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ ദൈവവചനം പഠിപ്പിക്കുകയും പാട്ടുകൾ കഥകളിലൂടെയൊക്കെ പഠിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ ഇത്രത്തോളം എൻജോയ് ചെയ്യിപ്പിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസിനെ ഇനിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം കുടുംബമായി അവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ദേവസഭയിലെ മക്കളാണ്. ദേവസഭയിലെ ഓരോ വിശ്വാസ കുടുംബങ്ങളെയും ഇതിൽ വന്നവരും വരാത്തവരെയും എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇത്രത്തോളം ഈ VBS-നെ വിജയകരമാക്കി നമ്മുടെ കുഞ്ഞു മക്കളാണ്. ഈ ഇത്രത്തോളം മക്കളില്ലായിരുന്നെങ്കിൽ നമ്മുടെ VBS ഇത്രയും ഗംഭീരമാകത്തില്ലായിരുന്നു. എന്നാലും എല്ലാ മാതാപിതാക്കളും ഞങ്ങളുടെ ദേശത്തിലുള്ള മറ്റ് സഭയിലെ വിശ്വാസികളെല്ലാം അവരുടെ മക്കളെ സന്തോഷത്തോടെ ഈ സഭയിലേക്ക് പറഞ്ഞയച്ചു. പല ദിവസങ്ങളിൽ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലേക്ക് വളരെ വൈകിയാണ് നമ്മുടെ മക്കളൊക്കെ കടന്നുപോയത്. ഓരോ മക്കളും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതിനോട് എല്ലാം വളരെ മനോഹരമായി ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമ്പത്തികമായും പ്രാർത്ഥനയായും എല്ലാം പ്രവർത്തിച്ച ഓരോരുത്തർക്കും യോഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ Let's do
VBS ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. VBS 5-ാം ദിവസവും പിന്നിട്ടു. ആൺകുട്ടികളും പെൺകുട്ടികളും ഗെയിമിന്റെ പേരിൽ പൊരിഞ്ഞാടി. എന്നും വൈകിയെത്തുന്ന VBS ഡയറക്ടർ കുട്ടികളുടെ പരാതി തുടർന്ന് അടുത്ത വർഷത്തേക്ക് പുതിയ ഡയറക്ടറെ തിരയുന്നു. 11/4/25 സ്നേഹ വിരുന്നായി ആചരിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്സ് കൊടുക്കാത്തതിന്റെ പേരിൽ ദേവദാസൻ കുട്ടികളുമായി പിണങ്ങി. സ്നേഹവിരുന്ന ദിനത്തിൽ ഭക്ഷണത്തിനായി VBS ഡയറക്ടറും അധ്യാപകരും കുട്ടികളും തമ്മിൽ മത്സരം. പാട്ടിനും ഡാൻസിനും കുട്ടികളോടൊപ്പം അധ്യാപകരും കൂടി. പബ്സ് കാണാനില്ല. ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ VBS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് VBSൽ പങ്കെടുത്ത കുട്ടികളോട് തന്നെ ഈ VBSനെ പറ്റി ചോദിക്കാം. ഈ വർഷത്തെ VBS എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു അഭിപ്രായമാണ് നാം കേട്ടത്. അവസാനമായി ഏത് ടീം ജയിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ. 1-ാം ദിവസമായ 8/4/25 VBS ഡയറക്ടർ കുഞ്ഞുങ്ങളെ 2 ടീമായി തിരികെയും ആൺകുട്ടികളെ മീകായിൽ എന്നും പെൺകുട്ടികൾ എസ്തർ എന്നും പേരിട്ടു. ആൺകുട്ടികളുടെ ലീഡറായി ജനുവിനെയും ഗേൾസിനായി സ്നേഹയും ലീഡറായി തിരഞ്ഞെടുത്തു. ഗെയിം നടക്കുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ തർക്കമുണ്ടാകുകയും ആൺകുട്ടികൾക്ക് വേണ്ടി രഞ്ജു ടീച്ചർ പൊരുതുകയും ഒടുവിൽ സഹിക്കാൻ വയ്യാതെ ടീം ലീഡർ ജനു ആലയം വിട്ടുപോവുകയും ജ്യോതിയോട് 5 വർഷത്തേക്ക് ഗെയിമിലോ ആക്ഷൻ സോങ്ങിലോ പങ്കെടുക്കണമെന്ന് VBS ഡയറക്ടർ കൽപ്പന പ്രകടിപ്പിച്ചു. വളരെ നല്ലൊരു തീരുമാനമായിരുന്നു VBS ഡയറക്ടർ. 1:30 മണിക്ക് ആരംഭിക്കേണ്ട VBS ഡയറക്ടർ വൈകിയത് കാരണം 2:30 മണിക്കാണ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരംഭിച്ചത്. കുഞ്ഞുങ്ങൾ വളരെ ആകാംക്ഷഭരിതരായി 1 മണിക്കൂറാണ് കാത്തിരുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് തന്നെ ആവർത്തിച്ചതിനാൽ വരും വർഷം കൃത്യമായി വന്നില്ല എങ്കിൽ ഡയറക്ടർ സ്ഥാനം മറ്റൊരാളിലേക്ക് പോകുമെന്നും ദേവദാസൻ അറിയിച്ചു. 4-ാം ദിവസമായ 11/4/25 സ്നേഹവിരുന്ന ദിനമായി ആചരിച്ചു. ക്ലാസുകളായി കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്സ് ഒരുമിച്ചാക്കുകയും അതിൽ നല്ലൊരു പങ്ക് VBS ഡയറക്ടർ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമായി കൊടുക്കാൻ കൈക്കലാക്കുകയും പാസ്റ്ററിന് പോലും വേണോ എന്ന് ചോദിക്കാതെ ഒറ്റയ്ക്ക് കഴിക്കുകയും ബാക്കി ബാഗിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്സ് എനിക്ക് തന്നില്ലോ എന്ന് പറഞ്ഞ് ദേവദാസൻ വളരെ കരഞ്ഞു. കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ദേവദാസനെ ആശ്വസിപ്പിച്ചത്.
ഇനി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ത് തന്നെ ആയാലും അത് ദേവദാസിനും കൂടെ കൊടുത്തിട്ട് വേണം ഭക്ഷിക്കാനെന്ന് ഓർക്കുക. ബാക്കി വന്ന സ്നാക്സ് അധ്യാപകരും കുട്ടികളും മത്സരം വെച്ചാണ് തിന്നു തീർത്തത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. കുഞ്ഞുങ്ങളോടൊപ്പം അധ്യാപകരും പാട്ടും ഡാൻസുമായി ആഘോഷിച്ചു. രഞ്ജി ടീച്ചറും പ്രവീണ ടീച്ചറും രാജി ടീച്ചറും ആൻസി ടീച്ചറും വളരെ ആസ്വദിച്ചാണ് കുട്ടികളോടൊപ്പം ഡാൻസ് കളിച്ചത്. ടീം വിജയിക്കാനായി എന്നും കടുങ്കൈ സ്വീകരിച്ചുകൊണ്ടാണ് രഞ്ജി ടീച്ചർ ടീം മീകായലിനൊപ്പം നിന്നത്. മാർക്കെന്ന് കേട്ടാൽ ടീം മീകായൽ എന്തും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. ടീം സ്പിരിറ്റ് കൊണ്ടുവന്നത് VBS ഡയറക്ടർ ആണെന്ന് തന്നെ പറയാം. പബ്സ് കാണാനില്ല. ഇന്നലെ വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായി വാങ്ങിച്ചതിൽ ബാക്കി വന്ന പബ്സാണ് കാണാതായത്. VBS ഡയറക്ടർ തന്റെ ബാഗിലാക്കി കൊണ്ടുപോയെന്നാണ് കരുതുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ വർഷത്തെ VBS വളരെ നല്ല രീതിയിൽ തന്നെ നടക്കേണ്ടായി. അടുത്ത വർഷത്തെ VBSൽ കാണുന്നത് വരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ VBS ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനിക്കുമ്പോൾ 1660 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ടീം എസ് വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു.